വടക്കൻ പോരിൽ സംഭവിക്കുന്നത് എന്താണ്? ഹരിയാന ഒരു ട്വിസ്റ്റ് ബാക്കി വെച്ചിട്ടുണ്ടോ? കോൺഗ്രസ് 51 താഴുകയും BJP 32 ഉയരുകയും ചെയ്യുന്നു. ഇപ്പോഴും കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തെക്കാൾ 6 സീറ്റ് കൂടുതലാണ്. 51-32, അതായത് 60കൾക്ക് മുകളിൽ നിന്നിരുന്ന കോൺഗ്രസ് 51 വീഴുന്നു. BJP 32 കയറുന്നു. INLDക്ക് 2 സീറ്റുകളുണ്ട്, മറ്റുള്ളവർക്ക് 5 സീറ്റുകളും. ഹരിയാനയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാകുന്നത്? പൊട്ടിച്ച പടക്കവും വിതരണം ചെയ്ത ലഡുവും വെറുതെ ആവുമോ? സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാ എക്സിറ്റ് പോളുകളും ഒരു വലിയ വിജയം അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രവചിച്ചതാണ്. അവർക്ക് 45-ന് മുകളിൽ സീറ്റുകൾ, അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഉറപ്പായും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഹൂഡ പരിവാറിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും പ്രതീക്ഷ. പക്ഷേ 51-32 എന്നുള്ള നിലയിൽ BJP ഹരിയാനയിൽ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം കശ്മീരിനെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകളെ അപ്രസക്തമാക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ വിജയത്തിലേക്ക് നാഷണൽ കോൺഫറൻസ് സഖ്യം മുന്നേറുകയാണ്. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും CPIM അടങ്ങുന്ന സഖ്യം, പാന്തേഴ്സ് പാർട്ടിയും അടങ്ങുന്ന സഖ്യം ഇപ്പോൾ അവിടെ ഒരു കൃത്യമായ മെജോറിറ്റിയിലേക്ക് ഒറ്റ റൗണ്ട് വോട്ടെണ്ണൽ നടക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട റിസൾട്ടുകൾ പറയാനുള്ളത് കുൽഗാമിൽ CPIMന്റെ നിലവിലെ MLA കൂടിയായ കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തെരിഗാമിൽ ലീഡ് ചെയ്യുകയാണ്. അതേസമയം മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി പിന്നിലാണ്. ഹന്ദ്വാരയിൽ വിഘടനവാദി നേതാവ് സജ്ജാദ് ലോൺ ലീഡ് ചെയ്യുന്നു. അതേസമയം ഹരിയാനയിലെ ഭിവാനിയിൽ നേരത്തെ CPM ലീഡ് ചെയ്യുന്നതായ വാർത്ത അറിയിച്ചിരുന്നു. ഇപ്പോൾ CPM സ്ഥാനാർത്ഥി ഓം പ്രകാശ് 1293 വോട്ടുകൾക്ക് ആദ്യത്തെ റൗണ്ടിൽ ഭിവാനിയിൽ CPM സ്ഥാനാർത്ഥി പിറകിലാണ്. എന്തായാലും 51-32 എന്നുള്ള നിലയിൽ ഹരിയാനയിൽ ഇനി എന്തെങ്കിലും അത്ഭുതം ബാക്കിയുണ്ടോ? ട്വിസ്റ്റ് ഉണ്ടാവുമോ? കാത്തിരിക്കുകയാണ് നമ്മൾ. പി ബസന്തുണ്ട് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, 51-32 കേവല ഭൂരിപക്ഷത്തെക്കാൾ ഇപ്പോഴും മുകളിലാണ് കോൺഗ്രസ്. BJP അതേസമയം നില മെച്ചപ്പെടുത്തുന്നുണ്ട്. ഹരിയാന കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വഴുതാനുള്ള സാധ്യതയുണ്ടോ? ഹരിയാനയുടെ കാര്യത്തിൽ ഇനി വലിയൊരു ചോദ്യചിഹ്നമൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 10 കൊല്ലത്തിന് ശേഷം ഹൂഡ കുടുംബം വീണ്ടും അധികാരത്തിൽ വരുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനേക്കാൾ നല്ലവണ്ണം പറയാൻ കഴിയുന്നത് ഹൂഡ കുടുംബം വീണ്ടും അധികാരത്തിൽ വരുന്നു എന്ന് തന്നെയാണ്. അവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും ഭൂപീന്ദർ ഹൂഡയ്ക്ക് യാതൊരുവിധ വെല്ലുവിളിക്കുമുള്ളൊരു സാധ്യതയില്ല. ഹൈക്കമാൻഡിന് പോലും മറ്റൊരു പേര് മുന്നോട്ട് വെക്കാനുള്ളൊരു സാഹചര്യവുമില്ല. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഏകദേശം 72 പേരും ഹൂഡയെ പിന്തുണയ്ക്കുന്നവരാണ്. MLA മാരായി ജയിച്ചു വരുന്നവരിൽ തന്നെ ഭൂരിപക്ഷവും ഹൂഡയുടെ പിന്തുണക്കാരായിരിക്കും. ഷെൽജയോ രൺദീപ് സിംഗ് സുർജേവാലയോ ഒക്കെ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ അവിടെ അതിശക്തമായ ഒരു കോൺഗ്രസ് സർക്കാരിനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ അവിടെ ഉരുത്തിരിയുന്നത് എന്നുള്ളതാണ്. BJPയുടെ വലിയ പരീക്ഷണങ്ങളൊക്കെ തന്നെ ഹരിയാനയിൽ പരാജയപ്പെട്ടു. അവർ ഈ പറയുന്ന കർഷക സമരവും അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളുടെ സമരവും ഒക്കെ മറികടക്കുന്നതിന് വലിയ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. അത് ജാതി സമവാക്യങ്ങൾ വെച്ചായിരുന്നു. സൈനിയെ മുഖ്യമന്ത്രിയാക്കിയുള്ള പരീക്ഷണം പോലും അത്തരത്തിലൊരു നീക്കമായിരുന്നു. JJP കൊണ്ടുള്ള ഒരു സഹായം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അത് അസാരത്തായിരിക്കുന്നു. JJPയുടെ 13% വോട്ടുകളാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് അപേക്ഷ നോക്കുകയാണെങ്കിൽ ഇത്തവണ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് കഴിഞ്ഞ തവണ ദുഷ്യന്ത് ചൗട്ടാല BJPക്ക് പിന്തുണ കൊടുക്കുമ്പോൾ വലിയ വോട്ട് ശതമാനം ഉണ്ടായിരുന്നു. അതിൽ 13% വോട്ട് ഇടിഞ്ഞിരിക്കുന്നു. അത് പോയിരിക്കുന്നത് കോൺഗ്രസിനാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു. പക്ഷേ INLD, അതായത് ദുഷ്യന്ത് ചൗട്ടാലയുടെ അമ്മാവനടക്കമുള്ള അച്ഛനടക്കമുള്ളവരുള്ള INLD ചെറിയ തോതിൽ നേട്ടം ഉണ്ടാക്കുന്നുണ്ട് ഹരിയാനയിൽ എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു വസ്തുത. പക്ഷേ BJP പ്രതീക്ഷിത ഈ BJP വിരുദ്ധ വോട്ടുകളൊക്കെ തന്നെ വലിയ തോതിൽ 4ആയി ചിതറുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. പക്ഷേ അവയെല്ലാം മറികടന്നുകൊണ്ട് BJP വിരുദ്ധമായ ഒരു വലിയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ശക്തമായ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിലേക്ക് തന്നെയാണ് ആ വോട്ടുകളൊക്കെ പോയിരിക്കുന്നത്. ഏറ്റവും വലിയ ഒരു സങ്കടകഥ ഹരിയാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പറയാൻ കഴിയുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാൾ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ, ഡൽഹി കഴിഞ്ഞാൽ പഞ്ചാബ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത 3ാമത്തെ ടാർഗറ്റ് എന്നൊക്കെ ഉള്ള തരത്തിൽ അവർ പ്രതീക്ഷ വച്ചിരുന്ന, ജയിലിൽ നിന്നിറങ്ങി അരവിന്ദ് കെജ്രിവാൾ നേരെ പോയത് ഹരിയാനയിലാണ്. എൻ്റെ ജന്മസ്ഥലമാണ്, എൻ്റെ ഭാര്യയുടെ ജന്മസ്ഥലമാണ്, ഞങ്ങളുടെ കർമ്മഭൂമിയാണ് ഹരിയാന എന്നൊക്കെ പറഞ്ഞുള്ള ആ പ്രചരണം ജനങ്ങൾ വിശ്വസിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ കഥനകഥയെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പിന്നെയും പുറകോട്ട് പോവുകയാണ്. 47ലേക്ക് കോൺഗ്രസ് ഇറങ്ങുമ്പോൾ 35ലേക്ക് BJP കയറുന്നു. എന്താണ് ഹരിയാനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ 90 സീറ്റുകളിലെ ഫലസൂചനകൾ വരുമ്പോൾ 47 കോൺഗ്രസ്, 35 BJP. ഹരിയാനയിൽ ഒരു ഇഞ്ചോടിഞ്ച്. ട്വിസ്റ്റ് ആണോ ട്വിസ്റ്റ്? ജുലാനയിൽ വിനേഷ് ഫോഗട്ട് പിറകിൽ പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഷിഫ്റ്റ് ചെയ്യുകയാണ്. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ്
കോൺഗ്രസ് സഖ്യം ഏറെക്കുറെ സേഫ് ആണ് എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ ലീഡ് എടുത്ത് 65-ലേക്കൊക്കെ നില മെച്ചപ്പെടുത്തിയ കോൺഗ്രസ് 51 സീറ്റിൽ ഒരു ഘട്ടത്തിൽ നിലയുറപ്പിച്ച് 47-ലേക്ക് കുത്തുകയാണ്. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ബിജെപി നില മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഹരിയാനയിൽ ഇഞ്ചോടിഞ്ച് 35-47. കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തെക്കാൾ 2 സീറ്റ് മാത്രം മുകളിൽ. അതായത് മാജിക് നമ്പറിൽ ഇപ്പോഴും കോൺഗ്രസ് ഉണ്ട്, മാജിക് നമ്പറിനേക്കാൾ മുകളിലാണ്. പക്ഷേ ഡേഞ്ചറസ്ലി ക്ലോസ് ഹരിയാന. എന്തും സംഭവിക്കാം. 36-44 കേവല ഭൂരിപക്ഷത്തിന് താഴെ പോയിരിക്കുന്നു കോൺഗ്രസ്. 36-44 ഹരിയാന ക്ലോസ് ആവുകയാണ്. 44-36 ഇഞ്ചോടിഞ്ച് പോരാട്ടം ഹരിയാനയിൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള കൗണ്ടുകൾ വരുമ്പോൾ അപ്രതീക്ഷിതമായി ബിജെപി കുതിച്ചു കയറുന്ന കാഴ്ച ഹരിയാനയിൽ കാണുന്നു. ഒരു സ്ട്രേറ്റ് തേർഡ് ടൈം എന്ന് പറയുന്നത് കാണാൻ കഴിയാത്ത സ്വപ്നങ്ങൾക്ക് അപ്പുറമാണ് എന്നുള്ളത് പറയാൻ കഴിയില്ല ഇനി ബിജെപിയോട് എന്നുള്ളതാണോ ഇപ്പോഴത്തെ സൂചനകൾ എന്ന് പറയേണ്ടതുണ്ട്. 47-36 എന്നുള്ളത് 44-ലേക്ക് കുറഞ്ഞിരിക്കുന്നു. അതായത് നോക്കൂ, നരേന്ദ്രമോദി പോലും അവിടെ ചെന്ന് ക്യാമ്പയിന്റെ നായകൻ ഞാനാണെന്ന് പറയാൻ ധൈര്യപ്പെടാത്ത ബിജെപി തോൽവി ഉറപ്പിച്ച ഹരിയാനയിൽ ഒരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടാകുമോ? 44-36 ക്ലോസ് ആവുന്നു. 44-36 ജെജെപിയുടെ 3 സീറ്റുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എതിരിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പരീക്ഷണങ്ങൾ സാധ്യമായ ഒരു രാഷ്ട്രീയ പരിസരം ഒരുങ്ങുകയാണോ ബിജെപിക്ക് അനുകൂലമായി ഹരിയാനയിൽ എന്നുള്ള ചോദ്യം ഈ മിനിറ്റുകളിൽ അതിസങ്കീർണമാവുകയാണ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഹരിയാന ഭരിക്കാൻ കഴിയില്ലേ? 45 കേവല ഭൂരിപക്ഷത്തെക്കാൾ കോൺഗ്രസ് താഴ്ന്നിരിക്കുന്നു. കോൺഗ്രസ് മെയിൻറ്റെയിൻ ചെയ്യുമോ? 60 സീറ്റുകളുടെ ഫലസൂചനകൾ വന്നപ്പോൾ പോലും മാജിക് നമ്പർ തൊട്ട കോൺഗ്രസ് ഇവിഎമ്മിൽ നിന്നുള്ള ഫലസൂചനകൾ ഇങ്ങനെ കുത്തിയൊഴുകി വരുമ്പോൾ മാജിക് നമ്പറിൽ നിന്ന് താഴെ പോവുകയാണ്.